ഗൈസ്, ഇന്ന് വീട്ടിലെ തെയ്യമുണ്ട്. അതിന്റെ ഒരുക്കവും തെയ്യവും എല്ലാം കണ്ടിട്ട് വന്നാലോ? നേർച്ച തെയ്യമുള്ള ദിവസം രാവിലെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങുക. ഇത് നമ്മളെ വീട്ടിലേക്കില്ല, നമുക്ക് കുടിക്കാനല്ല, എന്തിനാന്ന് വഴിയേ കാണാം. ഇത് അരിച്ചാന്താണ്, തെയ്യത്തിന്റെ ചമയത്തിന് വേണ്ടിയിട്ടാണ്. ഏകദേശം തെയ്യം ഇറങ്ങാനാവുമ്പോഴേക്ക് നല്ല മഴക്കാറുണ്ട്. തെയ്യത്തിന്റെ മുഖത്തെഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വീട്ടിലെല്ലാം വിളക്ക് കത്തിച്ച് തെയ്യം ഇറങ്ങാനായി. തെയ്യത്തിന് ഇട്ട് കൊടുക്കേണ്ട മുല്ലമലയായത്. ആദ്യം ശാസ്തപ്പന്റെ വെള്ളാട്ടാന്നുള്ളത്. അങ്ങനെ തെയ്യത്തിന്റെ ആട്ടെല്ലാം കഴിഞ്ഞ് തോറ്റായിട്ട് ഇത് കഴിഞ്ഞാലാണ് മേലേരി തട്ടുക. അങ്ങനെ തെയ്യത്തിന്റെ എല്ലാം കഴിഞ്ഞ് നേർച്ചയ്ക്കിരുന്നു. അപ്പോഴത്തേക്കാണ് അടുത്ത തെയ്യം കഴിഞ്ഞത്. കുളികൻ തെയ്യാണ്. ഈ വെള്ളാട്ടം ഉണ്ടാകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആള് നേർച്ച വെക്കുന്ന പോലെയാണ്. വീഡിയോസ് നല്ല ലോങ് ആകുന്നതുകൊണ്ട് കുറെ വീഡിയോസ് ഒന്ന് ആഡ് ചെയ്യാം. അങ്ങനെ കുളികൻ തെയ്യത്തിന്റെ ആട്ടവും കഴിഞ്ഞ് ദൈവത്തിന്റെ തോറ്റവും കഴിഞ്ഞ് ഇങ്ങനെ തെയ്യം കഴിക്കുന്നതിന് മുമ്പേ നമ്മളെ തറവാട്ടിലും അന്റെ വീട്ടിലും കണ്ട ഇളന്നറിയില്ല. ഇതാണിത് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ക്ഷേത്രത്തിൽ 3 തെയ്യങ്ങളുണ്ട്. നേർച്ചക്ക് ശാസ്ത്രപ്പനും കുളികനും മാത്രമേ ഉണ്ടാവും. കുടിവീരൻ തെറ മാത്രമേ കഴിക്കലുള്ളൂ. അങ്ങനെ രാത്രി ആയിക്കൊണ്ട് തെയ്യത്തിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് തെയ്യം അഴിച്ചിട്ടുണ്ട്. നമ്മൾ ഉത്സവം എപ്പാന്ന് കുറെ ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്സവം ഏപ്രിൽ 3-4 വരെ. ഇനിയും കുറെ സമയമുണ്ട്. എന്നാ പിന്നെ ശരിയെന്നാ.